കോഴിക്കോട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ പരസ്യ ബോർഡുകൾ എടുത്തുമാറ്റാൻ നിർദ്ദേശം. കോഴിക്കോട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറാണ് കോടഞ്ചേരി കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയത്. നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന മലയോര ഹൈവേയുടെ പ്രചാരണ ബോർഡുകളാണ് വഴിയരികിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, വഴിയരികിൽ പരസ്യ ബോർഡുകൾ വെക്കരുത് എന്നുള്ളത് കോടതി നിർദ്ദേശമാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം? അതിനുശേഷവും എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രചാരണ ബോർഡുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്? സ്മൃതി, നിർദ്ദേശം നൽകിയെങ്കിലും ബോർഡുകൾ ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ല അവിടെ നിന്ന്. അതായത് കോഴിക്കോട് ജില്ലയിൽ മുഖ്യമന്ത്രിയാണ് ഈ മലയോര ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി പഞ്ചായത്തിലെ കോടഞ്ചേരി ടൗൺ വരെ 34 കിലോമീറ്റർ ദൂരത്തിലാണ് മലയോര ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നത്. 195 കോടി രൂപയുടെ പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ രീതിയിൽ ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും വെച്ചിരിക്കുന്നത്. ഹൈക്കോടതി പലതവണ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. റോഡ് തടസ്സപ്പെടുത്തി യോഗം വിളിച്ചതിനൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ കോടതിയിൽ ഹാജരാകേണ്ട സ്ഥിതി വന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ നടപടിയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകിയത്. ആ മേഖലയിൽ നിന്ന് ഒരു സ്വകാര്യ വ്യക്തി പരാതി നൽകിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം ഈ ബോർഡുകൾ എടുത്തു മാറ്റാൻ വേണ്ടി കൂടരഞ്ഞി കോടഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ ആ നിർദ്ദേശം ഇതുവരെ പാലിച്ചില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. കാരണം വിവിധ DYFIയുടെ യൂണിറ്റുകളും CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികളും ഒപ്പം വിവിധ കുടുംബാംഗങ്ങളും വിവിധ ഫാമിലി ഗ്രൂപ്പുകളുമാണ് ഈ ബാനറുകളും ഫ്ലെക്സുകളും വെച്ചിരിക്കുന്നത്. അത് ഓരോന്നിൻ്റെ കീഴിലും ആ പേരുകൾ എഴുതിയിട്ടുണ്ട്, ആരാണ് അത് സ്പോൺസർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംഘാടക സമിതിയും ഈ ഫ്ലെക്സ് ബോർഡുകൾ റോഡിൻ്റെ അരികിൽ തന്നെ വെച്ചിട്ട്, പുതിയ റോഡാണ്, വാഹനങ്ങൾ അമിത വേഗതയിലും വലിയ വേഗതയിലും പോകുന്ന റോഡും കൂടിയായിരിക്കും. അതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ബോർഡുകൾ എടുത്തു മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. മലയോര ഹൈവേയാണ്, സ്വാഭാവികമായിട്ടും വളവുകളും തിരിവുകളുമുണ്ട്, അപകട സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ബോർഡുകളൊക്കെ തന്നെ എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ബോർഡുകൾ ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ല. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് ബോർഡുകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.